ജെൻസി സന്തോഷ്. അജ്ഞാതനായ ഒരു സുഹൃത്തിന് ചിലപ്പോൾ മഞ്ഞു താഴ്വരയിലെ ശീതക്കാറ്റാവാൻ കഴിഞ്ഞേക്കും. ഊരും പേരും അറിയാത്ത ആ ഒരുവനെ അപ്രതീക്ഷിതമായ നിമിഷത്തിന്റെ ഊടുവഴിയിൽ എങ്ങോ കളഞ്ഞു കിട്ടിയതാണ്. മിണ്ടാട്ടത്തിന്റെ ഒരു മധുര കഷ്ണം കൊണ്ട് അരനേരത്തെ സ്നേഹച്ചായ മധുരിപ്പിച്ചവനാകും. ഇടനേരത്തെ ചിരിത്തൂവാല കൊണ്ട് അപരിചിതത്വത്തിന്റെ വിയർപ്പൊപ്പിയവനാകും. വിശ്വാസത്തിന്റെ മഴമാലകൾ ഞാത്തിയിട്ട് ആശ്വാസത്തിന്റെ കുട പിടിച്ചവനാകും. കണ്ണീരിന്റെ ചില്ലുമണികൾ അടർത്തിയെടുത്ത് മന്ദഹാസത്തിന്റെ വൈരക്കല്ലണിയിക്കും. ഇനി അവൻ എൻ്റെ മടുപ്പുകളുടെ ഉച്ചിയിൽ നിന്ന് എന്നെ ഇറക്കി കഥകളുടെയും കവിതകളുടെയും വയൽ വരമ്പുകളിലൂടെ കൈപിടിച്ചു നടത്തിക്കും. സ്നേഹക്കായലിൻ്റെ നിലയില്ലാ കയങ്ങളിലേക്ക് കണ്ണടച്ചൊന്നേ രണ്ടെണ്ണി മൂങ്ങാങ്കുഴിയിടിപ്പിക്കും. മെല്ലെ ഞാൻ അറിയും ഇരുട്ടുതീരങ്ങളിൽ വെളിച്ചത്തിൻ്റെ വിത്ത് കുടഞ്ഞിട്ടത്, ഏകാന്ത മൗനങ്ങൾക്ക് വർണ്ണപ്പകിട്ടുകൾ തുന്നിയിട്ടത് ഇന്നലകളിൽ എപ്പോഴോ കളഞ്ഞു കിട്ടിയ അതേ ഒരുവന്റെ സൗഹൃദമാണെന്ന്. അഥവാ അവനും ഞാനും ഒരേ തൂവൽ പക്ഷികളുടെ ഒറ്റച്ചിറകാണെന്ന്. ദിസ് ഇസ് മൈ FM 99.7 നമ്മളാം പൂക്കാലം. നമ്മളാം പൂക്കാലത്തിൻ്റെ റീഡിംഗ് ടൈമിൽ RJ ഷായുടെ ശബ്ദമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ജിൻസി സന്തോഷ് ആനക്കരയുടെ രചനകളുമായിട്ടാണ് നമ്മൾ ഒത്തുകൂടുന്നത്. ജിൻസി സന്തോഷ് ആനക്കര അധ്യാപികയാണ്. പാലക്കാട് ജില്ലയിലെ ആനക്കര സ്വദേശിയാണ്. സ്വന്തം സ്വദേശം മലപ്പുറം ജില്ലയിലെ തിരൂരിലെ പച്ചാട്ടിരിയാണ്. സ്കൂൾ തലം മുതൽ തന്നെ കവിതകൾ എഴുതി തുടങ്ങിയിട്ടുള്ള ജിൻസി 20 വർഷത്തിലേറെയായി ആനുകാലികങ്ങളിലും ഓൺലൈൻ മീഡിയകളിലുമൊക്കെ വളരെ സജീവമായി എഴുതുന്നുണ്ട്. ജിൻസിയുടെ രചനകളും അതോടൊപ്പം നിങ്ങൾ പങ്കുവയ്ക്കുന്ന മറ്റു രചനകളുമൊക്കെ പങ്കുവയ്ക്കുന്ന വേദിയാണ് മൈ FM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ റീഡിംഗ് ടൈം. കഴിഞ്ഞ ഒരു 10 വർഷത്തിന് മുകളിലായി ജിൻസി സന്തോഷ് ആനക്കര എന്ന എഴുത്തുകാരിയെ, പ്രിയപ്പെട്ട ജിൻസി ടീച്ചറെ എനിക്ക് നേരിട്ടറിയാം. സ്വപ്നാടനത്തിലൂടെ, കഥാസാഗരത്തിലൂടെ. സ്വന്തമായൊരു കവിതാ സമാഹാരം ജിൻസിയുടേതായി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒറ്റമരങ്ങളിലെ വസന്തം എന്ന പേരിലാണ്. അതാണ് ഇവിടെ കവറായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നാട്ടിലെ ഓരോ സംഘടനകളുടെയും സ്കൂളുകളുടെയും ആദരവുകളല്ലാതെ തന്നെ മറ്റു പുരസ്കാരങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിലും സ്നേഹനിർഭരമായ ഒട്ടനവധി സൗഹൃദങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഓരോ ദിവസങ്ങളിലും ഓരോ വിഷയങ്ങളിലുമൊക്കെ പ്രിയപ്പെട്ട ജിൻസി സന്തോഷ് ഇടപെടാറുള്ളത്. കഥയ്ക്ക് പുറമെ ചിത്രരചനയും ഒക്കെ വളരെ ഭംഗിയായി നിർവഹിക്കാറുള്ള പ്രിയപ്പെട്ട ജിൻസി സന്തോഷിൻ്റെ നേതൃത്വത്തിലുള്ള ജിൻസി എഡിറ്ററായിട്ടുള്ള സുഹൃത്തുക്കളുടെ ഒരു കവിതകളുടെ സമാഹാരം ഉടൻ തന്നെ പുറത്തു വരുന്നുണ്ട്. സജിൻ ഇവിടെ എത്തി, എൻ്റെ ചേച്ചി എന്നറിയിക്കുന്നുണ്ട്. സജിൻ KP നിറഞ്ഞ സ്നേഹത്തോടു കൂടി മൈ FM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സുബിൻ ദാസ് ബോഡി ഷെയ്മിങ് എന്ന ഒരു കവിത ജിൻസിയുടേതായി ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. തീർച്ചയായും ബോഡി ഷെയ്മിങ് എന്ന കവിതയിൽ ജിൻസി ഇങ്ങനെയാണ് പറയുന്നത്: നീ ഇപ്പോൾ വല്ലാതെ തടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് തലോടിയവളുടെ വാക്കിൽ നിന്ന് ഒരു കൂർത്ത ചില്ല് കരള് തുളച്ചേക്കാം. കറുപ്പ് പോകാൻ നല്ലൊരു പച്ചമരുന്നെന്ന് പറഞ്ഞവളുടെ. തീർച്ചയായും സുബിനെ പരിചയപ്പെടുത്താം. പ്രിയപ്പെട്ട സുബിൻ വടകരയിലുള്ള പ്രിയപ്പെട്ട സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയുമായി വളരെ സജീവമായി തന്നെ അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്ന ആളാണ്. ഒക്ടോബർ 4 കലാകൗമുദിയിൽ ജിൻസി സന്തോഷിൻ്റെ ഒരു രചന വന്നിരുന്നു. അവനാൽ ഉപേക്ഷിക്കപ്പെടുന്നവളിൽ എന്ന തലക്കെട്ടോടു കൂടിയാണ്. അവനാൽ ഉപേക്ഷിക്കപ്പെടുന്നവളിൽ എന്ന തലക്കെട്ടോടു കൂടി ജിൻസി സന്തോഷിൻ്റെ ഒക്ടോബർ കലാകൗമുദിയിൽ വന്ന ഒരു രചന. പ്രണയത്തിൻ്റെ ഉൾക്കാടുകൾക്കറ്റത്ത് ഉഷ്ണമരുഭൂമികൾ രൂപം കൊള്ളും. നെടുകപ്പിളർന്ന നെഞ്ചക ചെരുവിലൂടെ ഉൾപ്പിടച്ചിലുകൾ ലാവാപ്രവാഹമായി തീക്കടൽ തിളപ്പിക്കും. ഹൃദയത്തിൻ്റെ 4 അറകളിലും ഒറ്റാത്ത ചുവപ്പിലേക്ക് അവൻ്റെ ഓർമ്മകൾ പൊള്ളിയടരും. ഉപേക്ഷിക്കപ്പെട്ടവളെന്ന് ആത്മാവിനാൽ മുദ്രകുത്തപ്പെട്ട അരൂപിയായ അവളിൽ സ്വപ്നങ്ങൾ ചീഞ്ഞു നാറും. അവൻ ഞാത്തിയിട്ട ഓരോ വാക്കിലും ഓരോ നോക്കിലും പച്ചവ്രണങ്ങൾ ചുവന്ന് ചോരയിറ്റിക്കൊണ്ടിരിക്കും. നേരമ്പോക്കുകളിൽ എപ്പോഴോ കൈവെള്ളയിലേക്ക് പോറിയിട്ട പ്രണയമന്ത്രങ്ങൾ ചലമുറഞ്ഞു പഴുത്തൊലിക്കും. വസന്തത്തെ സാക്ഷിയാക്കി ചുവപ്പിച്ച ഓരോ ചുംബനപ്പാടുകളിലും ചുടുചോരയുടെ ഗന്ധം നാസാരന്ധ്രങ്ങളെ ചുട്ടുകരിക്കും.
അവനെ പുണർന്ന ഓരോ സായന്തനങ്ങളും കലാപസന്ധിയുടെ നേർചിത്രങ്ങളായി ഉൾക്കോണിൽ കത്തിപ്പടരും. കണ്ണോട് കണ്ണ് ചേർത്തു വെച്ച് അവൻ തുന്നിച്ചേർത്ത മുറി വാക്കുകളിൽ ആർത്തനാദങ്ങൾ കുതറിയോടും. വാക്കും വാഗ്ദാനങ്ങളും നെഞ്ചിലേക്ക് ആഴ്ത്തിവെച്ച് അവനിലേക്കടർന്ന് ഒറ്റ ഉടലായി പരിണമിച്ച പാപക്കറയിൽ അവളിലൊരു മുഴുഭ്രാന്തി പരകായ പ്രവേശം ചെയ്യും. പിന്നെ നിഷ്കാസിതരുടെ രാജ്യത്തു നിന്ന് ഒരു കയർത്തുണ്ടിൻ്റെ ഉരാക്കുടുക്കിലേക്ക് ആരുമറിയാതെ അവൾ ഒറ്റയ്ക്കിറങ്ങിപ്പോകും. പിന്നെ നിഷ്കാസിതരുടെ രാജ്യത്തു നിന്ന് ഒരു കയർത്തുണ്ടിൻ്റെ ഉരാക്കുടുക്കിലേക്ക് ആരുമറിയാതെ അവൾ ഒറ്റയ്ക്കിറങ്ങിപ്പോകുമെന്ന് എഴുതിക്കൊണ്ടാണ് ജിൻസി സന്തോഷ് ആനക്കരയുടെ ആ രചന അവസാനിക്കുന്നത്. കലാകൗമുദിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട അവനാൽ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു വളിൽ എന്ന തലക്കെട്ടോടുകൂടി പ്രസിദ്ധീകരിച്ച രചനയാണ്. ഏറെ സ്നേഹത്തോടുകൂടി ഓരോ പ്രിയപ്പെട്ടവരെയും MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശയനമുറിയിലെ മുറിയിലുകൾ എന്ന രചന ശൈലിഷ് പട്ടാമി ഇവിടെ അറിയിക്കുന്നുണ്ട്. സുബിന്ദ സ്നേഹം അറിയിക്കുന്നുണ്ട്. വാണി വീണ കേട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട ഉല്ലാസ് ഒന്നാങ്കര ഇവിടെ എത്തിയിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടെ ഉല്ലാസ് ആനാക്കരയും രാഹുദ്യം ചെയ്യുകയാണ്. തലയെറുക്കപ്പെട്ട സത്യങ്ങൾ എന്ന തലക്കെട്ടോടുകൂടി ഒരിക്കൽ ജിൻസി ഇങ്ങനെ എഴുതി: സത്യങ്ങളൊക്കെ അജ്ഞാതരാൽ തലയെറുക്കപ്പെട്ട നിലയിൽ, വാക്കുകളിലൊക്കെ നുണകളുടെ എച്ചിലുറഞ്ഞ് നാറുന്ന നിലയിൽ, കാഴ്ചകളിലൊക്കെ സത്യാസത്യങ്ങളുടെ കലാപ തെരുവുകൾ പുകഞ്ഞെരിയുന്ന നിലയിൽ. ഇതിവിടെ ഈ പയ്യന്നൂരല്ല, നാം എന്നേ മറഞ്ഞൊരു ഗാന്ധിതൻ തലയറുത്തു മടിയിലൊരു ചെങ്കല്ലു വെച്ചതിനു മീതെയാ തലവെച്ചത്. പണ്ടിതെങ്ങോരുറപ്പു കുറുകിയ പയ്യന്നൂർ കടലിൽ തലയില്ലാ മഹാത്മാവിൻ ഉടലടക്കം ചെയ്യുവാൻ കരയിലേക്ക് പാഞ്ഞു കയറുന്നുണ്ടാവാം. ഉടലിൻ മലയിലെ കല്ലുപോലൊരു കല്ല് നെഞ്ചിലേറ്റപ്പോൾ ഓർമ്മകളുടെ ഭാരം ഇറക്കി വയ്ക്കുന്നു. അതിനാൽ ഈ കാഴ്ചയ്ക്കിപ്പോൾ കരികാൽ ഭാരം. പക്ഷേ അതങ്ങ് പയ്യന്നൂരല്ല, അതൊരു പ്രതിമയല്ല. നമുക്കൊന്നും മിണ്ടാതിരിക്കാമെന്ന് എഴുതിക്കൊണ്ടാണ്. തീർച്ചയായും ഓരോ ഘട്ടത്തിലും സാമൂഹികമായിട്ടുള്ള ഇടപെടൽ നടത്താറുള്ള പ്രിയപ്പെട്ട എഴുത്തുകാരിയാണ്, പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് ജിൻസി സന്തോഷ് ആനക്കര. ജിൻസി സന്തോഷ് ആനക്കരയുടെ പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒറ്റമരങ്ങളിലെ വസന്തത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. പവിത്രൻ തീക്കുനി എന്ന മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനായിരുന്നു അന്ന് ആ പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടത്. ഒട്ടനവധി പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ ജിൻസി സന്തോഷ് ആനക്കരയുടെ ആ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു. തുടർന്നും വരും ദിവസങ്ങളിൽ എല്ലാ സൗഹൃദങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മികച്ച രചനകളുമായിട്ട് ഒത്തുകൂടുന്നുണ്ട്. നവതൂലികയുമായി ചേർന്നുകൊണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ജിൻസി സന്തോഷിൻ്റെ ഒരു കവിതാ സമാഹാരം, പ്രണയ കവിതകളുടെ എല്ലാ തരത്തിലുള്ള രചനകളും ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ളതെന്നാണ്. സലീം ചേനം സൂപ്പറെന്ന് അറിയിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സലീമിനെ ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, സലീം വളരെ സ്നേഹനിർഭരമായി ഒരിക്കൽ മധുവിന് വേണ്ടി എഴുതിയിട്ടുള്ള വരികളുണ്ട്. വിശന്നു കരഞ്ഞ കുട്ടി കടലിനോട് ചോദിച്ചു, കടലേ എത്രമാത്രം കരഞ്ഞാണ് നീ ഇത്രമാത്രം വലിപ്പമായത്? അപ്പോൾ കടൽ പറഞ്ഞു, നിന്റെ ഒരിറ്റു ജലത്തിന് നിന്റെ ഒരിറ്റു തുള്ളി പോലും എത്തില്ല എന്ന്. തീർച്ചയായും ആ ഒരു സ്നേഹത്തിന് മുമ്പിൽ സലീമിൻ്റെ ഈ ഒരു സാന്നിധ്യത്തിനുള്ള സ്നേഹം അറിയിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ബാബു സുൽഫീഖർ ഇവിടെ എത്തി ഒരു രചന പങ്കുവയ്ക്കുന്നുണ്ട്. പ്രണയം എന്ന രചനയാണ് പ്രിയപ്പെട്ട ജിൻസിയുടേതായി പങ്കുവെക്കുന്നത്. അന്ന് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് മാത്രം പടർന്നു പന്തലിച്ച പൂമരക്കാടിനെ കുറിച്ച് എഴുതുന്ന വരികൾ. അന്ന് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് മാത്രം പടർന്നു പന്തലിച്ച പൂമരക്കാട് ഇന്ന് അന്തർജാലികയുടെ മുൾപ്പറപ്പിലുടക്കി മരണക്കെണിയിലേക്ക് ഞെട്ടറ്റു വീണ ചോരപ്പൂവുകളെന്ന് എഴുതിയാണ് ജിൻസി സന്തോഷ് ആനക്കരയുടെ ആ രചന അവസാനിക്കുന്നത്. ഓരോ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ് MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ ലൈവിലേക്ക്. ഉല്ലാസ് ഒന്നാങ്കര സ്വാതന്ത്ര്യം എന്ന തലക്കെട്ടോടുകൂടി ഒരു രചന ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. ഉല്ലാസിൻ്റെ സ്വന്തം രചനയാണ്. തീർച്ചയായും നിങ്ങൾ പങ്കുവയ്ക്കുന്ന രചനകളും ഒപ്പം ജിൻസി സന്തോഷ് ആനക്കരയുടെ രചനകളും നിങ്ങളേറെ സ്നേഹത്തോടു കൂടി പങ്കുവയ്ക്കുന്ന എല്ലാ രചനകളും പങ്കുവയ്ക്കുന്ന ഒരു വേദിയാണ് MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ ഒരു ലൈവ് എന്നറിയിക്കുന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെ കഴിഞ്ഞ
കാലങ്ങളിലൊക്കെ വളരെ സജീവമായി തന്നെ എഴുത്തുമായി ബന്ധപ്പെട്ട് പല ഗ്രൂപ്പുകളിലൂടെയും വളരെ സ്നേഹനിർഭരമായി ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്താണ് ജിൻസി ടീച്ചർ. ഉല്ലാസ് ഒന്നാങ്കര പങ്കുവയ്ക്കുന്ന സ്വാതന്ത്ര്യം എന്ന കവിതയിൽ ഇങ്ങനെ എഴുതുന്നു: ഇനിയുമായില്ല സ്വാതന്ത്ര്യം, ഇനിയുമേറെ നാം പോകണം ദൂരെയായി, ഇനിയും ഇറങ്ങണം സമരമുഖത്തിനായി, സമരം നയിക്കണം രാഷ്ട്രപിതാവ് പോൽ, രാഷ്ട്രം നേടണം രാഷ്ട്രീയമില്ലാതെ, സ്വാതന്ത്ര്യമാകണം ഇന്നിൽ വിഭിന്നമായി, വെൺകൊടിക്കൂറകൾ ഉയരണം സീമയിൽ, ജാതിമത വെറിയൊടുങ്ങണം മാനസം, ജാതിമത വെറിയൊടുങ്ങണം മാനസം, തിരിച്ചറിഞ്ഞിടേണം മനുഷ്യർ മനുഷ്യരെ, അവിടെ ആ സ്വാതന്ത്ര്യം മധുരമായി തീർന്നിടും, അവിടെ ആ സ്വാതന്ത്ര്യം ചിരകാലം വാണിടുമെന്ന് എഴുതിയാണ് പ്രിയപ്പെട്ട ഉല്ലാസ് ഒന്നാങ്കര. മികച്ചൊരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളൊക്കെ തന്നെ ഒട്ടനവധി ക്രിസ്തീയ ഗാനങ്ങൾ, അദ്ദേഹം രചിച്ചിട്ടുള്ള പാട്ടുകളൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ വളരെ ഭംഗിയായി തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. സജിൻ KP എൻ്റെ അനുജരാണെന്ന് ജിൻസി സന്തോഷ് ആനക്കര അറിയിക്കുന്നുണ്ട്. സജിൻ പറയുന്നുണ്ട്, ഷീ വിൽ ബി ദ ബെസ്റ്റ് ഇൻ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ ഓരോ പ്രിയപ്പെട്ടവരെയും MyFM 99.7 നമ്മളാം പൂക്കാലം ഈ ഒരു ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. റീഡിംഗ് ടൈമിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജിൻസി സന്തോഷ് ആനക്കരയുടെ രചനകളും അതോടൊപ്പം നിങ്ങൾ പങ്കുവയ്ക്കുന്ന മറ്റു രചനകളും നിങ്ങളുടെ പ്രിയപ്പെട്ട രചനകളും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു വേദിയാണിത്. ഋതുഭേദങ്ങൾ എന്ന രചനയിൽ ജിൻസി സന്തോഷ് ആനക്കര ഇങ്ങനെ പറയുന്നു: ഋതുക്കളോട് മാത്രമാണ് നിന്നെക്കുറിച്ച് ഞാൻ വാതോരാതെ സംസാരിച്ചിട്ടുള്ളത്. ഋതുക്കളോട് മാത്രമാണ് ഞാൻ വാതോരാതെ സംസാരിക്കാറുള്ളത്. അടർത്തി മാറ്റാനാവാതെ എന്നിലേക്ക് വേരാഴ്ന്നു പോയ നിന്നിൽ നിനക്ക് എങ്ങനെയാണ് എന്നെ വേർതിരിക്കാനാവുക? വസന്തത്തോട് നിന്നിൽ പൂത്തുലഞ്ഞ പ്രണയഗന്ധങ്ങളെക്കുറിച്ചും ഗ്രീഷ്മത്തോട് നിന്നിലേക്കുണങ്ങിപ്പോയ വേനൽ ചില്ലകളെക്കുറിച്ചും വർഷത്തോട് നിന്നിലുരുണ്ടുകൂടി എൻ്റെ താഴ്വരകളിലേക്ക് ആർത്തുപെയ്ത മഴക്കോളുകളെക്കുറിച്ചും ശിശിരത്തോട് വിരഹത്തിൻ്റെ തണുത്ത മാറിടങ്ങളിലേക്ക് നീ പൊഴിച്ചിടുന്ന ഇലകളെക്കുറിച്ചും ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കും ഋതുക്കൾക്കുമിടയിൽ ഊർജം നൽകുന്നത് നീയെന്ന ജൈവകണമാണെന്ന് പ്രപഞ്ച സത്യം പോലെ പ്രകൃതിയിലേക്ക് അടയാളപ്പെടുത്താൻ സംവത്സരങ്ങൾ അത്രയും ഞാൻ പുഷ്പിച്ചുകൊണ്ടേയിരിക്കുമെന്ന് എഴുതിയാണ് ആ കവിത ജിൻസി സന്തോഷ് ആനക്കര അവസാനിക്കുന്നത്. ഋതുഭേദങ്ങളിൽ എത്ര ഭംഗിയായിട്ടാണ് അതിൻ്റെ അവസാന വരികൾ ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കും. തീർച്ചയായും എനിക്കും ഋതുക്കൾക്കുമിടയിൽ ഊർജം നൽകുന്നത് നീ ജൈവകണമാണെന്നത് പ്രപഞ്ച സത്യം പോലെ പ്രകൃതിയിലേക്ക് അടയാളപ്പെടുത്താൻ സംവത്സരങ്ങൾ അത്രയും ഞാൻ പുഷ്പിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. തീർച്ചയായും പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ് MyFM 99.7 നമ്മളാം പൂക്കാലത്തിന്റെ ഈ ലൈവിലേക്ക്. 99.7 നമ്മളാം പൂക്കാലം അതിൻ്റെയും വിനോദത്തിൻ്റെയും പൂക്കാലവുമായി ബ്രോഡ്കാസ്റ്റ് ചെയ്തൊരു കിടലൻ മല്ലു വൈറൽ MyFM 99.7 നമ്മൾ പൂക്കാലം ഫസ്റ്റ് ഫാമിലി FM റേഡിയോ ഇൻ ഫേസ്ബുക്ക്. ഇങ്ങനെ ഒരു FM തുടങ്ങുമ്പോൾ ആദ്യകാലം മുതൽ തന്നെ നിറഞ്ഞ പിന്തുണയോടെ ഒപ്പം നിന്നിട്ടുള്ള ആളാണ് പ്രിയപ്പെട്ട ജിൻസി സന്തോഷ് ആനക്കര. ജിൻസി സന്തോഷ് ആനക്കരയുടെ രചനകളും അതോടൊപ്പം തന്നെ ഒട്ടനവധി സുഹൃത്തുക്കളുടെ രചനകളുമൊക്കെ അന്നും പങ്കുവയ്ക്കിച്ചിട്ടുണ്ട്. മുമ്പും നമ്മുടെ ലൈവിൽ വളരെ സജീവമായി പങ്കെടുത്തിട്ടുള്ള ആളാണ് ജിൻസി. തീർച്ചയായും സലീമിനെ പോലെ ഓരോ സുഹൃത്തുക്കളും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട അരുൺ ഭാസ്കർ ഇവിടെ എത്തി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അരുൺ ഭാസ്കറിനെ ഏറെ സ്നേഹത്തോടു കൂടി MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായും സലീം ചേനം ഇവിടെ എത്തിയിരുന്നു. സലീമിനെ പോലെ ഒക്കെയുള്ള പ്രിയപ്പെട്ട ഒട്ടനവധി സുഹൃത്തുക്കൾ നമ്മളോടൊപ്പം ചേരുമ്പോൾ നമുക്ക് ലൈവിൽ നൽകാൻ കഴിയുന്ന ഒട്ടനവധി സ്നേഹനിർഭരമായ നിമിഷങ്ങളുണ്ട്. ഓരോ ദിവസങ്ങളിലും ഇന്നത്തെ സാമൂഹികമായ അവസ്ഥകളിലൊക്കെ ഇടപെടുന്ന പ്രിയപ്പെട്ടവരാണ് നമ്മുടെ സൗഹൃദങ്ങളൊക്കെ തന്നെ. ഇന്ന് സോഷ്യൽ മീഡിയ ഇത്രയും സജീവമായി നിൽക്കുന്ന കാലത്ത് നമ്മളുടെ സൗഹൃദങ്ങളൊക്കെ തന്നെ എല്ലാ വിഷയങ്ങളിലും വളരെ സൗഹൃദത്തോടു കൂടി തന്നെ സ്നേഹം പങ്കുവെക്കുകയും അവരുടെ രചനകളിലൂടെ പ്രതിഷേധങ്ങൾ അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പല വിഷയങ്ങളിലുമൊക്കെ വളരെ സത്യസന്ധമായി സ്നേഹനിർഭരമായി അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരാൾ കൂടിയാണ് പ്രിയപ്പെട്ട ജിൻസി സന്തോഷ്. ജിൻസി സന്തോഷിൻ്റെ രചനകൾ ഇവിടെ പങ്കുവെച്ച് നൽകുന്ന ഓരോ സുഹൃത്തുക്കളോടുമുള്ള സ്നേഹനിർഭരമായ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്.
വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് ഉല്ലാസ് അറിയിക്കുന്നുണ്ട്. തീർച്ചയായും അത് നമുക്ക് പരിഹരിക്കാം, ശ്രദ്ധിക്കാം. അടുത്തൊരു രചനയിലേക്ക് നമുക്ക് പോകാം. മിടുക്കൻ എന്ന തലക്കെട്ടോടുകൂടി ഒരിക്കൽ ഒരു രചന, ഒരു കുറിപ്പ് ജിൻസി സന്തോഷ് ആനക്കര നവതൂലികയുടെ കഥാസാഗരത്തിൽ പങ്കുവച്ചു. വോയിസ് എന്തു പറ്റിയും ചോദിക്കുന്നുണ്ട്. തീർച്ചയായും അത്തരം പ്രശ്നങ്ങളൊക്കെ 9.7 നമ്മളാം പൂക്കാലത്തിന്റെ ഈ ലൈവിലേക്ക് തീർച്ചയായും സാങ്കേതികമായ ബുദ്ധിമുട്ട്, ശബ്ദത്തിലെ തടസ്സം പറയുന്നവർ ശബ്ദം ക്ലിയർ ആയിട്ട് അറിയിക്കുകയാണ്. എന്തായാലും ജിൻസി സന്തോഷ് മറ്റൊരു രചനയിലേക്ക് ഞാൻ സൂചിപ്പിച്ചതുപോലെ മിടുക്കൻ എന്നൊരു രചന, ഒരു കഥാസാഗരത്തിലും ജിൻസി കഥകൾ എഴുതിയിരുന്നു. നവതൂലികയുടെ കഥാനേരത്തിൽ എഴുതിയ എനിക്ക് വളരെ രസകരമായി തോന്നിയ ഒരു രചന ഞാൻ പങ്കുവയ്ക്കുന്നു. കൈകളിൽ വിലങ്ങു വെച്ചിടുമ്പോൾ വല്ലാത്തൊരു സുഖമുണ്ട്. ജയിൽവാസം ഇതിലും സുഖമാകുമെന്ന് മനസ്സ് പറഞ്ഞു. ഇഷ്ടപ്പെട്ടൊരു കർമ്മം ചെയ്തതിനാലാണല്ലോ ഞാൻ ജയിലിലേക്ക് പോകുന്നത്. പോലീസ് ജീപ്പ് കുന്നംചേരിയിലെ ചരൽ നിറഞ്ഞ പാതയിലൂടെ വലിയ ശബ്ദത്തിൽ പായുന്നുണ്ട്. പഴകിയ സീറ്റിലിരുന്ന് കുത്തിമറിഞ്ഞ് ഛർദ്ദിക്കാൻ വരുന്നു. കയ്യിലെ വിലങ്ങുകളിലേക്ക് നോക്കി വെച്ച് മടിയിൽ തലയിച്ചിടുന്നു. മുന്നോട്ട് കുതിച്ചുപായിരുന്ന ജീപ്പിന്റെ അലർച്ചയ്ക്കൊപ്പം ഓർമ്മകൾ കടന്നു കൂട്ടും പോലെ പാഞ്ഞു. സൂര്യൻ നിന്നും യാത്രപാത ഇറങ്ങുകയാണ്. ഇതിനോടൊപ്പം ഇന്നും കുന്നംചേരിയിൽ നിറയെ കുട്ടികളുണ്ട്. ഞാനും കുന്നിലേക്ക് അറിയിക്കുന്നുണ്ട്. തീർച്ചയായും നമ്മളാംപൂക്കാലത്തിന്റെ ഈ ലൈവിൽ ഒത്തുകൂടിയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് സ്നേഹം അറിയിക്കുകയാണ്. ജിൻസി സന്തോഷ് ആനക്കര എന്ന പാലക്കാട് ആനക്കര സ്വദേശിയായിട്ടുള്ള എഴുത്തുകാരിയുടെ രചനകളാണ് പങ്കുവയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ പങ്കുവയ്ക്കുന്ന രചനകളും നിങ്ങൾ പ്രിയപ്പെട്ടവരുടെ രചനകളും ഒക്കെ പങ്കുവയ്ക്കുന്ന വേദിയാണിത്. തീർച്ചയായും ജിൻസി സന്തോഷ് ആനക്കരയുടെ വാക്കുകളിൽ നമുക്ക് ജിൻസിയുടെ കാണാക്കാഴ്ചകൾ. രചന അവതരണം ജിൻസി സന്തോഷ് ആനക്കര. പ്രദർശന നഗരിൽ അപ്പോൾ നല്ല തിരക്കായിരുന്നു. നിരനിരയായി കാഴ്ചകൾ ഒരുക്കി ആൾക്കൂട്ടങ്ങളിൽ ചുമന്നിരുന്നു. അല്പനേരത്തെ കാത്തിരിപ്പിന് ശേഷം കോരിച്ചൊരിഞ്ഞ മഴയുടെ മരപ്പെയ്ത്ത് പോലെ സ്റ്റാൾ നിരകളിലൊന്നിൽ ആൾത്തിരക്കൊഴിഞ്ഞു. ശൗചാലയ വഴിയുടെ വലതുവശത്തുള്ള ആ സ്റ്റാളിലേക്ക് ആകാംക്ഷയുടെ ഉറിച്ച കണ്ണുകൾ കാഴ്ചകളിലേക്ക് കൊളുത്തിവെച്ചു. ഒന്നാമത്തെ സ്റ്റാളിൽ കറുത്ത് കരിവാളിച്ച് കരിങ്കച്ചിൽ തറഞ്ഞ് ചോരയൊഴിച്ച് വെയിലടുക്കി വെന്ത് ആവി പാറുന്ന കരുത്തുറ്റ കാലുകൾ. രണ്ടാമത്തെ സ്റ്റാളിൽ ഇരുണ്ടമായ ബലമുള്ള കാലുകൾ. ചിലതിൽ മൊരയുടെ ശൽക്കങ്ങൾ വരണ്ടുണങ്ങിയ വയൽ പോലെ വിണ്ടു കീറിക്കിടന്നു. അടുത്തെത്തിയപ്പോൾ ഞാറ്റുകെട്ടിൽ എന്ന പോലെ മൂക്കിനെ തുളച്ചു. മൂന്നാമത്തെ സ്റ്റാളിൽ നിറയെ എപ്പോഴും ഭിക്ഷത്തിനകാൻ തുനിയുന്ന പോലെ മുന്നോട്ട് ചലിച്ചുകൊണ്ടിരുന്നു. നാലാമത്തെ സ്റ്റാളിൽ ഉറ്റവരെല്ലാം ഉപേക്ഷിച്ചു പോയ നരച്ച രോമങ്ങൾ മുറ്റി ചുക്കിച്ചുളിഞ്ഞ തളർവാദം വന്ന ചില കാലുകൾ ഒറ്റയ്ക്കിരിക്കുന്നു. അഞ്ചാമത്തെ സ്റ്റാളിൽ ചുരുണ്ട രോമങ്ങളുള്ളതും നീര് കെട്ടിയതും പുഴുക്കുത്തേറ്റ് ജീർണിച്ച് തഴമ്പുകൾ കട്ടികൂടിയ നടന്നു തേഞ്ഞ കാലുകൾ. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ കാലുകളിലൊക്കെ ഭ്രാന്തിന്റെ ചങ്ങലപ്പാടുകൾ ഉരഞ്ഞ് പഴുത്തു ചീഞ്ഞ വ്രണങ്ങൾ പുഴുക്കളെ തുപ്പിക്കൊണ്ടിരിക്കുന്നു. ഹോ വയ്യ, വല്ലാത്ത വിരക്തി. നശിച്ച കാഴ്ചകൾ കത്തിയാളുന്ന സ്റ്റാളുകൾ അങ്ങേയറ്റം വരെ മാടി വിളിക്കുന്നു.
നിറയെ മുറിവുകൾ മാത്രം പൂക്കുന്ന ഈ കാലുകളൊക്കെ കണ്ടു മടുത്തപ്പോഴാണ് ആളുകൾ തിങ്ങി ഞെരുങ്ങി ഇരച്ചു കയറുന്ന ഒരു സ്റ്റാൾ. ഞാനിപ്പോൾ ആ സ്റ്റാളിലെത്തിയിരിക്കുന്നു. ആശ്വാസം ഉടലിനെ തണുപ്പിച്ചു. മങ്ങിയ നീല വെളിച്ചത്തിൽ വെളുത്തു തുടുത്ത മിനുത്തു കൊഴുത്ത തുടകളും കണങ്കാലുകളും അരക്കെട്ടിലേക്കു പറ്റിച്ചേർന്ന അടിവസ്ത്രങ്ങൾ അണിഞ്ഞ് ആനന്ദലഹരിയിൽ അഭിരമിക്കുന്നു. മതിയാവോളം ദിവ്യദർശനം നടത്തി ശേഷം അതുവരെ കണ്ട കാൽക്കാഴ്ചകളെ മറവിയിലേക്ക് അടക്കം ചെയ്ത് അഭിനവ കാൽസൗന്ദര്യങ്ങളാൽ ഉന്മത്തമായ സ്റ്റാളിൽ സന്ദർശക ഡയറിയിൽ 4-5 സദാചാര വാക്കുകൾ കൂറിയിട്ട് ഞാൻ അവിടെ നിന്നും യാത്ര തിരിച്ചു. അതുവരെ കണ്ട കാൽക്കാഴ്ചകളെ മറവിയിലേക്ക് അടക്കം ചെയ്ത് അഭിനവ കാൽസൗന്ദര്യങ്ങളാൽ ഉന്മത്തമായ സ്റ്റാളിലെ സന്ദർശക ഡയറിയിൽ 4-5 സദാചാര വാക്കുകൾ കൂറിയിട്ട് ഞാൻ അവിടെ നിന്നും യാത്ര തിരിച്ചു. ആത്മരതിയുടെ ആന്തോലനങ്ങൾ എന്നിലേക്കപ്പോൾ പെരുവിരലിൽ സൂഫി നൃത്തം ചെയ്യുകയായിരുന്നു. ആത്മരതിയുടെ ആന്തോളനങ്ങൾ എന്നിലേക്കപ്പോൾ പെരുവിരലിൽ സൂഫി നൃത്തം ചെയ്യുകയായിരുന്നു. ജിൻസിയുടെ ശബ്ദത്തിലുള്ള രചനകളാണ് നിങ്ങൾ കേട്ടത്. തീർച്ചയായും ശബ്ദത്തിൻ്റെ പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്നത് പ്രോഗ്രാമിനെ ബാധിക്കുമെങ്കിലും ഏറെ സ്നേഹത്തോടു കൂടി തന്നെ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കാരണം എനിക്കിത് കേൾക്കാൻ കഴിയില്ല. കാരണം ഞാനിത് ലൈവിൽ, നിങ്ങൾക്കറിയാം, ഒരു പ്രത്യേകിച്ച് സ്ക്രിപ്റ്റൊന്നും ഉള്ള പരിപാടിയല്ല. ഞാൻ എൻ്റേതായ രീതിയിൽ ലൈവിൽ വന്ന് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. അത്തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സന്തോഷ് മലയാറ്റിൽ ഇവിടെ ആശംസകൾ അറിയിക്കുന്നുണ്ട്, സ്നേഹം അറിയിക്കുന്നുണ്ട്. ഏറെ സ്നേഹത്തോടു കൂടി ഓരോ പ്രിയപ്പെട്ടവരെയും IFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആദ്യ ശബ്ദത്തിലുള്ള തടസ്സങ്ങളൊക്കെ ജിൻസി സന്തോഷ് ആനക്കരയുടെ രചനകളും അതോടൊപ്പം നിങ്ങൾ പങ്കുവയ്ക്കുന്ന മറ്റു രചനകളും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു വേദിയാണിത്. എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്, ഗോപകുമാർ മുതുകുളം എന്ന എഴുത്തുകാരൻ ഒരിക്കൽ ഇങ്ങനെ എഴുതി: മൗനത്തിന്റെ വലനത്തിൽ തൂങ്ങിപ്പിടയുന്നുണ്ടാവാം പ്രണയത്തിന്റെ പറവകളെന്ന്. തീർച്ചയായും നമ്മൾ ചർച്ച ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ ഗോപകുമാർ മുതുകുളത്തിന്റെ രചനയും ഒക്കെയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ കവർ പ്രകാശനമായിരുന്നു. ഇനി ഭ്രൂണം സംസാരിക്കട്ടെ എന്ന തലക്കെട്ടോടുകൂടി ഗോപകുമാർ മുതുകുളം കവിതാ സമാഹാരം ഉയർമൊഴി പബ്ലിക്കേഷൻസ് ആണ് പ്രസിദ്ധീകരിക്കുന്നത്. കവർ പ്രകാശനത്തിൽ പങ്കാളികളായ എല്ലാ പ്രിയപ്പെട്ടവരെയും അദ്ദേഹം സ്നേഹം അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ദേശീയ അവാർഡ് നേടിയിട്ടുള്ള പ്രിയനന്ദനൻ എന്ന സിനിമാ നാടക സംവിധായകനായിരുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ കവർ പ്രകാശനം ചെയ്തത്. വളരെ ആത്മബന്ധമുള്ള സുഹൃത്താണ് പ്രിയപ്പെട്ട ഗോപകുമാർ മുതുകുളം. വളരെ സജീവമായി തന്നെ വളരെ കാലമായി, നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മുതുകുളം എന്ന മണ്ണിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മുതുകുളം രാഘവപിള്ളയിൽ തുടങ്ങി പി പത്മരാജനും ഒട്ടനവധി മഹാരഥന്മാരും അരങ്ങുവാണിട്ടുള്ള ആ ഒരു നാട്ടിൽ നിന്നാണ് ഗോപകുമാർ മുതുകുളം എന്ന പ്രിയപ്പെട്ട എഴുത്തുകാരൻ്റെ വരവ്. ഒരുപാട് കാലം ഒന്നിച്ചു ചേർന്നിട്ടുള്ള, ഇപ്പോഴും സൗഹൃദം തുടരുന്ന പ്രിയപ്പെട്ട ഗോപകുമാറിൻ്റെ രചനകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. തീർച്ചയായും നമ്മൾ അടുത്ത വാരം ചർച്ച ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ രചനകളായിരിക്കും. നൗഷാദ് റാവുത്തർ അബഹ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും IFM 99.7 നമ്മളാം പൂക്കാലത്തിന് എന്ന് അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം അത് വളരെ നന്നാവുന്നുണ്ട് എന്ന് ഉല്ലാസം കഴിക്കുന്നുണ്ട്. 2 കവികൾ തമ്മിലുള്ള പ്രണയം എന്ന തലക്കെട്ടോടു കൂടി M ബഷീറിൻ്റെ ഒരു രചനയുണ്ട്. നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള എഴുത്തുകാരനാണ്. ഏറ്റവും ഭംഗിയായി വായിക്കാൻ കഴിയുന്ന, രസകരമായി അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു എഴുത്താണ് 2 കവികൾ തമ്മിലുള്ള പ്രണയം ഉൾപ്പെടെയുള്ള M ബഷീറിൻ്റെ കവിത. തീർച്ചയായും ഞാനിവിടെ പങ്കുവയ്ക്കുന്നത് എനിക്ക് വായനയിൽ ആനന്ദം കിട്ടിയിട്ടുള്ള, നിങ്ങൾ പ്രിയപ്പെട്ടവർ ഓരോരുത്തരും നൽകിയിട്ടുള്ള ഒരു സന്തോഷമുണ്ട്. അത് മറ്റ് സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക എന്നുള്ളതാണ് റീഡിംഗ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 കവികൾ തമ്മിലുള്ള പ്രണയത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു: 2 കവികൾ തമ്മിലുള്ള പ്രണയം 2 ഫാസിസ്റ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം പോലെയാണ്. രഹസ്യമാക്കി വെച്ച എല്ലാ അനധികൃത മാരകായുധങ്ങളും പൊടി തട്ടിയെടുത്ത് അവർ പരസ്പരം കണ്ണു ചിമ്മി പ്രയോഗിക്കും. അവരുടെ പ്രണയം ഭ്രാന്താശുപത്രിയിൽ നിന്ന് മതിൽ ചാടി രക്ഷപ്പെട്ടവരുടെ ആഘോഷം പോലെ
ക്രൂരസുന്ദര നൃത്തങ്ങളാൽ ചെത്തിമിനുക്കി സുന്ദരമാകാത്ത പാട്ടുകളാലും അലങ്കരിക്കപ്പെട്ടിരിക്കും. സ്വപ്നങ്ങളിലെ എല്ലാ മരങ്ങളും വേരോടെ പിഴുതെടുത്തവർ പരസ്പരം പൂക്കൾ വിതറും. വേട്ടയാടപ്പെട്ട എല്ലാ ഇടപെടലും ലേഖനങ്ങൾ എഴുതും. രണ്ട് കവികൾ തമ്മിൽ ഒരിക്കലും തീരാത്ത ഇരുണ്ട തുരങ്കങ്ങളിലൂടെ ആടുന്ന യാത്രികളെ പോലെ അവരെപ്പോഴും കപ്പലണ്ടിക്ക് പകരം സ്വപ്നങ്ങളുടെ കൂടയിൽ നിറച്ച നക്ഷത്രങ്ങളെ കുറിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും ഉണ്ടാതെ പോയൊരു ദ്വീപുകൾക്കിടയിലെ സ്ഥലങ്ങളിലൂടെ ഒരുത്ത ഏകാന്തത പെയ്യുന്ന തുരുമ്പിച്ച നൗകകൾ പോലെ അവരുടെ ഹൃദയങ്ങൾ കാറ്റിലും മുകളിലും പെട്ട് എപ്പോഴും ആടി ഉലഞ്ഞുകൊണ്ടിരിക്കും. കവിതകൾ കൊണ്ട് കപ്പലുണ്ടാക്കി അതിൽ കടൽ ചുറ്റി പുതിയ ഭൂഖണ്ഡങ്ങൾ കണ്ടെത്തും. രാജ്യങ്ങളിലെല്ലാം അതൊക്കെ അവർ പ്രണയത്തിന്റെ പതാക നട്ടും. ചാപ്പലിൽ നിന്ന് ആപത്തിന്റെ സർപ്പദംശനമേറ്റ് രക്തത്തിൽ ഉന്മാദവിഷം നിറച്ച് അവരന്യോന്യം കൊടുകാറ്റിന്റെ ലഹരി പങ്കിടും. ചങ്കിൽ ചുണ്ടക്കുളത്ത് കോർത്തിട്ട് ഒരാൾ മറ്റൊരാളുടെ ഇരയാകും. രണ്ടുപേരിൽ ഒരാൾ എപ്പോഴും കൂടായിരിക്കും, മറ്റൊരാൾ പക്ഷിയും. ഒരാൾ ആകാശമായി പ്രകാശ വസ്ത്രങ്ങൾ അണിഞ്ഞ് ചിറകുകൾ വീശി പറക്കും, മറ്റേയാൾ ഇടിമിന്നലുകളുടെ തേരിൽ വൈദ്യുത വാളുകൾ വീശി മേഘങ്ങൾക്കിടയിലൂടെ നായാട്ടിനിറങ്ങും. രണ്ട് കവികൾ തമ്മിലുള്ള പ്രണയം നൂറ്റാണ്ടുകളായി അടച്ചുപൂട്ടിയ പ്രേത ഭവനങ്ങളെ പോലെ അതിന്റെ പ്രാചീന രഹസ്യ സ്വഭാവം എപ്പോഴും കാത്തു സൂക്ഷിക്കും. ശൽഭങ്ങളുടെ ശ്മശാനത്തിലെ അനാഥരായ കാട്ടുചെടികളായി ചിലപ്പോഴൊക്കെ അവരുടെ വാക്കുകൾ മൗനവുമായുള്ള ഏറ്റുമുട്ടലിൽ മുറിവേറ്റ് വീണ് ചോര വാർന്ന് കിടക്കും. അവരുടെ ചുണ്ടുകളിൽ കൂടുവെച്ച പക്ഷികൾ ഒരിക്കലും ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ഒരേ ചില്ലിൽ കുക്കുരുമിരിക്കില്ല. രണ്ട് കവികൾ തമ്മിലുള്ള പ്രണയം രാജ്യാതിർത്തിയിലെ നിരോധിത മേഖലകൾക്കപ്പുറമുള്ള നിലവിളികളുടെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങി വന്ന മുറിവേറ്റ പക്ഷികൾ പോലെയാണ്. ഓർമ്മകളുടെ യുദ്ധവിമാനങ്ങൾ വിരഹ ബോംബുകൾ വർഷിക്കുമ്പോഴും മറവിയുടെ കരിയില മൂടിയ കിടങ്ങുകളിൽ പതുങ്ങിക്കിടന്നവർ പ്രണയായുധത്തിലെ തുരുമ്പിച്ച ലിപികൾ തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കും. നോവിന്റെ മഞ്ഞുപൂണ്ട റോസാപ്പൂ ദളങ്ങളായി അവർ ചിലപ്പോഴൊക്കെ മൗനത്തിന്റെ കുഴിബോംബുകളിൽ പാറി വീഴും. പിന്നെ പറയാത്ത വാക്കുകളിലൂടെ അനേകം ഇന്നുകളായി എന്നേക്കുമായി ശൂന്യതയിലേക്ക് ചിതറിത്തെറിക്കുമെന്ന് എഴുതിയാണ് പ്രിയപ്പെട്ട എം. ബഷീറിന്റെ രചന അവസാനിക്കുന്നത്. കേട്ടവർ സൗണ്ട് ക്ലിയർ അല്ലെന്ന് പറയുന്നു. ജിൻസി സന്തോഷ് പറയുന്നുണ്ട്. ജിൻസി ടീച്ചറുടെ തൂലികയ്ക്ക് ആശംസകൾ. പ്രിയപ്പെട്ട ഷായുടെ അവതരണം മനോഹരമെന്ന് നിസാം കായംകുളം അറിയിക്കുന്നുണ്ട്. തീർച്ചയായും ഓരോ പ്രിയപ്പെട്ടവരെയും സ്നേഹം അറിയിക്കുകയാണ്. MyFM 99.7 നമ്മളാം പൂക്കാലത്തിന്റെ ഈ ലൈവിൽ ഒപ്പം ചേരുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും സ്നേഹം അറിയിക്കുകയാണ്. കളഞ്ഞുകിട്ടിയ ഒരുവനെന്ന ഏറ്റവും അവസാനം ജിൻസി സന്തോഷ് എഴുതിയ രചനയുമായിട്ടാണ് ലൈവ് നമ്മൾ തുടങ്ങിയത്. തീർച്ചയായും വളരെ സജീവമായി തന്നെ ഓരോ സാമൂഹികമായ ഇടപെടലുകളിലൂടെ വളരെ സജീവമായ എഴുത്തുകളിലൂടെ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ജിൻസി സന്തോഷ് ആനകര. പ്രിയപ്പെട്ട ജിൻസി ടീച്ചറുടെ മറ്റൊരു രചന നോവുകൾ മുറിവുകളാണെന്ന് എന്ന തലക്കെട്ടോട് കൂടിയുള്ള രചനയിൽ ഇങ്ങനെ പറയുന്നു: ആരറിയുന്നെന്തൻ നോവിൻ്റെ ആഴങ്ങൾ, ആരറിയുന്നതൻ കണ്ണീർ കണലിലെ കായലും. തീർച്ചയായും ഞാൻ മറ്റൊരു കാര്യം സൂചിപ്പിക്കാം. ഞാൻ ഗദ്യകവിതകളുടെ കവിതകൾ ചൊല്ലാനുള്ള പ്രാപ്തിയുള്ള ആളല്ല ഞാൻ. തീർച്ചയായും ഞാൻ വായിച്ച ജനങ്ങളുടെ സന്തോഷം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലാണ്. കവിതകൾ ചൊല്ലി അവതരിപ്പിക്കുക ശേഷിയുള്ള ആളല്ല, അതിൻ്റെ ഒരു കുറവാണ്. തീർച്ചയായും ഗദ്യ കവിതകളെ വളരെ ഭംഗിയായി അവതരിപ്പിക്കാൻ, കവിതകൾ നൽകുന്ന നല്ല ചിന്തകൾ, അനുഭവങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്നുള്ള രീതിയിലാണ് ഈ രചനകൾ പങ്കുവയ്ക്കുന്നത്. മൗനസഞ്ചാരങ്ങൾ എന്ന രചനയിൽ പ്രിയപ്പെട്ട ജിൻസി ഇങ്ങനെ പറയുന്നു: എത്ര നിലവുകളാണ് ആരും കാണാതെ ശ്മശാനങ്ങളിലേക്ക് മൗനസഞ്ചാരം നടക്കുന്നത്. ഈ മൗനസഞ്ചാരങ്ങൾ എന്ന രചന ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രചനയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പീഡനങ്ങളും സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണങ്ങളും ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ, അതുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ
വളരെ സത്യസന്ധമായി തന്നെ ആ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മൗനസഞ്ചാരങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വിശകലനം, ഒരു കുറിപ്പ് ഒക്കെ നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം. അതിലെത്തുന്നതിന് മുമ്പ് അതിങ്ങനെയാണ് ജിൻസി പറയുന്നത്. എത്ര എത്ര നിലവിളികളാണ് ആരും കാണാതെ ശ്മശാനങ്ങളിലേക്ക് മൗനസഞ്ചാരം നടത്തുന്നത്. എത്ര ഒട്ടിച്ചിരികളാണ് അട്ടഹാസങ്ങളുടെ ഓട്ടവാതിലുകൾ കയ്യിൽപ്പെട്ട് ചതഞ്ഞരയുന്നത്. എത്ര എത്ര വേദനകളാണ് ചോരയുറഞ്ഞ് മരവിച്ചുണങ്ങിയ പൊറ്റകൾക്കിടയിലെ പച്ച മുറിവുകളാവുന്നത്. എത്ര എത്ര പെണ്ണുകലുകളാണ് സഹനത്തിന്റെ 7 കടലിനപ്പുറം മരണത്തിന്റെ ദ്വീപുകളിലേക്ക് പലായനം ചെയ്യുന്നത്. പെൺകുട്ടികളെ വസന്തം സ്വന്തമാക്കാൻ അറിഞ്ഞിട്ടും നിങ്ങൾ എന്തിനാണ് തളിർക്കാതെ കൈമുണങ്ങുന്നത്? പെൺകുട്ടികളെ വസന്തം സ്വന്തമാക്കാൻ അറിഞ്ഞിട്ടും നിങ്ങൾ എന്തിനാണ് തളിർക്കാതെ കരിഞ്ഞുണങ്ങുന്നത്? മഴനൂലുകൾ ഇഴചേർത്ത് പെരുമഴപ്പായകൾ നെയ്തെടുക്കാമെന്നിരിക്കാതെ നിങ്ങൾ എന്തിനാണ് വെയിൽസൂചികളെ ഭയക്കുന്നത്? ഇഷ്ടക്കേടിന്റെ വിത്തടർന്ന് മുഷിപ്പുകൾ മുളപൊട്ടുമ്പോൾ നിങ്ങൾക്കിറങ്ങി പോരാനുള്ള ഒന്നാമത്തെ കടവിലെത്തും. വാക്കുകൾക്കുള്ളിൽ നിന്ന് തീപതങ്ങളാകുമ്പോൾ ചിറകിനറ്റം കരിയാതെ പറക്കാനുള്ള കൊമ്പിലെത്തണം. കയ്യൂക്കുകൾ മർദ്ദനഗരങ്ങളിലേക്കുഴലുമ്പോൾ നീട്ടിവിരിച്ച ചിറകൊച്ചകൾ പുതിയ ആകാശം ചുംബിക്കണം. താലിപ്പനൊരു കരാറല്ലെന്ന് ആണഹന്തകളിൽ കൊത്തിവെച്ച് ജീവിതത്തിന് ഇനിപ്പു നുണയാൻ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് എത്ര പേർക്കറിയാമെന്ന ചോദ്യത്തോടു കൂടിയാണ് ആ രചന അവസാനിക്കുന്നത്. ആ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. താലിപ്പൊന്നൊരു കരാറല്ലെന്ന് ആണഹന്തകളിൽ കൊത്തിവെച്ച് ജീവിതത്തിന് ഇനിപ്പു നുണയാൻ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നാണ്. എനിക്ക് ഇതിൽ ഏറ്റവും സ്പർശന ആ ഒരു കുറിച്ച് പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു കുട്ടിക്ക് ജീവിതത്തിൽ മനസ്സിലാവുമ്പോൾ എങ്ങനെ മരണമെന്ന് എഴുതുന്ന ഒരു രചനയുടെ ഒരു ചെറിയ ഭാഗമുണ്ട്. ഇഷ്ടക്കേടിന് വിത്തടർന്ന് മുഷിപ്പുകൾ മുളപൊട്ടുമ്പോൾ നിങ്ങൾക്കിറങ്ങിപ്പോരാനുള്ള ഒന്നാമത്തെ കടവിലെത്തണം. വാക്കുകൾക്കുള്ളിൽ നിന്ന് തീപ്പന്തങ്ങൾ ആളുമ്പോൾ ചിറകിന്റെ അറ്റം കരിയാതെ പറക്കാനുള്ള ഒരു കൊമ്പിലെത്തണമെന്നാണ് പ്രിയപ്പെട്ട ജിൻസി എഴുതുന്നത്. യാസീൻ സുനിൽ സൗണ്ട് മുറിഞ്ഞു പോകുന്നു എന്ന് അറിയിക്കുന്നുണ്ട്. നിസർ ഷാ അവതരണം സൂപ്പർ, പക്ഷേ ശബ്ദം ഇടയ്ക്കിടെ കട്ടാവുന്നുണ്ടെന്ന് അറിയിക്കുന്നുണ്ട്. ഓരോ പ്രിയപ്പെട്ടവരെയും നിറഞ്ഞ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. സുനിൽ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായും സുനിലിനെ മറക്കാനാവില്ല. പ്രിയപ്പെട്ട കൊട്ടാരക്കര മുസ്ലിം സ്ട്രീറ്റിലെ ഏറെ സ്നേഹമുള്ള പ്രിയപ്പെട്ട സുഹൃത്താണ്. അദ്ദേഹത്തെയും നിറഞ്ഞ സ്നേഹത്തോടു കൂടി മൈ എഫ് എമ്മിന്റെ ഈ ഒരു ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദിസ് ഇസ് മൈ എഫ് എം 99.7 നമ്മളാം പൂക്കാലത്തിന്റെ റീഡിംഗ് ടൈമിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജിൻസി സന്തോഷ് ആനക്കരയുടെ രചനകളും അതോടൊപ്പം നിങ്ങൾ പങ്കുവെക്കുന്ന മറ്റു രചനകളുമൊക്കെ പങ്കുവെക്കുന്ന ഒരു വേദിയാണിത്. ഏറെ സ്നേഹത്തോടു കൂടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് മൈ എഫ് എമ്മിന്റെ ഈ ലൈവിലേക്ക്. ജിൻസിയുടെ രചനകൾ പങ്കുവെക്കാനാവുന്നതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഓരോപ്പെട്ടവും നമ്മളുമായി രചനകളുമായി ചേരുമ്പോൾ നമ്മളൊക്കെ സ്നേഹനിർഭരത പങ്കുവെക്കുമ്പോഴൊക്കെ തന്നെ എല്ലാ സാമൂഹിക വിഷയങ്ങളിലും വളരെ സ്വന്തമായി ഇങ്ങനെ പങ്കുവെക്കാനാവുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇവിടെ പ്രിയപ്പെട്ട എന്ന രചന ജിൻസിയായി പങ്കുവെക്കുന്നുണ്ട്. എന്ന രചനയിൽ ജിൻസി ഇങ്ങനെ പറയുന്നു: രാത്രിയിൽ കേട്ട് ഉവേ ഞാൻ ഉണക്കുഴിയുള്ള നുണയിട്ട് പൂച്ച നിർത്തി പമ്മി പോകുന്നുണ്ട്. രാത്രിയിൽ മീനാത്ത പറ്റോ നിനക്ക് വറുത്ത മീനില്ലെന്ന് അച്ഛനൊരു കഷ്ടം കിട്ടി. ഉച്ചയ്ക്കിന്റെ ഒരു നാട്ടിൽ
പറഞ്ഞപ്പോ സ്കൂളിൽ നിന്ന് കാണാൻ കയ്യിലെ ചുറ്റി കൊടുത്ത കാശിനും വേണ്ടാന്ന് പറഞ്ഞാലും രണ്ടാഴ്ച മുമ്പാണ് അടുക്കളയിൽ വീഴുന്ന അമ്മ കണ്ണീർ വച്ച് അമ്മയ്ക്കൊന്നുമില്ലാന്ന് ആശുപത്രിയിലും ഐശ്വര്യ വലിയ ഒരു ലൈവ് ഒരു പ്രോബ്ലം ശബ്ദവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വലിയ ഹൃദയം നിറഞ്ഞ വിഷമം ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ദിവസങ്ങളിലും വളരെ ശക്തമായി തന്നെ പ്രിയപ്പെട്ട ജിൻസിയുടെ ക്ലിയർ ആവില്ല എന്ന് പ്രിയപ്പെട്ട ബഷീർ സിപ്പി വഹിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ എല്ലാവരും സഹകരിക്കുമെന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഈ ലൈവ് കട്ട് ചെയ്ത് തിരിച്ചെത്തിയാൽ നിങ്ങളെല്ലാവരും എത്തുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുക. കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് വ്യക്തമായ പരിപാടിയാണ്. എല്ലാവരും ജീവിതത്തിലെ പല തെറ്റുകളുടെ അവസ്ഥകൾ ആളുകൾക്കിടയിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ ലൈവ് ചെയ്യുന്നത്. ഈ ഒരു ലൈവ് ഞാൻ സജ്ജീകരിച്ച് വരുമ്പോൾ വീണ്ടും എന്നോടൊപ്പം ചേരാൻ കഴിയുമോ എന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലൈവ് കട്ട് ചെയ്യാതെ ഞാൻ നിങ്ങളോടൊപ്പം തുടരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത്തരം പരിമിതികളൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് വളരെ ഭംഗിയായി ലൈവ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട ഗോപകുമാർ മുത്തുകുളം എന്ന എഴുത്തുകാരൻ, അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പ്രകാശനമാണ് ഇന്ന്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ടൈറ്റിൽ സംവിധായകൻ പ്രിയനന്ദൻ പ്രകാശനം ചെയ്തു. അദ്ദേഹത്തിന്റെ ഒരു രചന നമുക്ക് കേൾക്കാം. തീർച്ചയായും ഏറെ സ്നേഹത്തോടുകൂടി നമ്മളോടൊപ്പം ചേരുന്ന ഓരോ പ്രിയപ്പെട്ടവരോടുമുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ്. അസീസ് കൊല്ലം ഇവിടെ എത്തിയിട്ടുണ്ട്. അസീസ് കൊല്ലനെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. FM 99.7 നമ്മളാം പൂക്കാലത്തിന്റെ ഈ ലൈവിൽ നമ്മളോടൊപ്പം ചേരുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും. അസീസ് കൊല്ലം പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ്. അദ്ദേഹം സലാലയിൽ എന്നോടൊപ്പം വളരെ സജീവമായി തന്നെയുള്ള സുഹൃത്താണ്. അസീസ് കൊല്ലമാണ് ഏറ്റവും അവസാനം എത്തിയത്. അദ്ദേഹത്തിന് ശബ്ദത്തിന്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നുണ്ടോ, ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കാമോ എന്നറിയിക്കണം. കാരണം വളരെ ഫ്ലോയിൽ ഇങ്ങനെ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ആളുകൾക്ക് ശബ്ദം കട്ടാവുമെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തീർച്ചയായും അത് മാനസികമായി ഏതൊരാളെയും ലൈവ് ചെയ്യുന്ന ഒരാളെ ബാധിക്കും. അത് എന്നെയും ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ലൈവിൽ അങ്ങനെ അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട അസീസ് കൊല്ലം അത് അറിയിക്കണം. അസീസ് കൊല്ലത്തിന്റെ മെസ്സേജ് ഞാൻ കാത്തിരിക്കുന്നു. അസീസ് കൊല്ലം വളരെ സജീവമായി തന്നെ സലാലുള്ള ഒരു സുഹൃത്താണ്. സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ വളരെ സജീവമായി നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി വളരെ ശക്തമായി തന്നെ പിടിച്ചു നിൽക്കുന്ന, ജീവിതത്തിന്റെ ഒരുപാട് മേഖലകൾ പിന്നിടുന്ന, ഒരുപാട് സൗഹൃദങ്ങളുള്ള ഒമാനിലെ സലാലിലെ പ്രിയപ്പെട്ട സുഹൃത്തിന് അസീസ് കൊല്ലത്തിനെ നിറഞ്ഞ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായും അസീസ് കൊല്ലത്തിന്റെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ മെസ്സേജ് പങ്കുവയ്ക്കണം. കാരണം ലൈവ് ഇങ്ങനെ ഫോയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരുന്നവര് ഇങ്ങനെ ശബ്ദം ക്ലിയർ ആകുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും ശക്തമായി ആത്മാർത്ഥമായി മനസ്സിന്റെ ഉള്ളിൽ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്ന പരിപാടി നിങ്ങളിലേക്ക് അത്രയും ഹൃദയത്തോട് ചേർന്ന് എത്തുന്നില്ല എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും ഞാൻ സൂചിപ്പിച്ച പോലെ അടുത്ത ആഴ്ച നമ്മൾ പങ്കുവയ്ക്കുന്നത് ഗോപകുമാർ മുതുകുളത്തിന്റെ രചനകളാണ്. പ്രിയപ്പെട്ട ഗോപകുമാറിന്റെ നോ സൗണ്ട് എന്ന് പറയുന്നുണ്ട്.